മണിതൊരു മുമ്പ് സീരിയലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവിടെ രോഹിത്തും ബബിതയും വരുന്നത്. ആ സമയത്ത് പറയുക, അച്ഛാ പറഞ്ഞത് കേട്ടില്ലേ, അച്ഛനല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും ദിവസം വിശ്വസിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം കേട്ടിട്ട് ഉടനെ തന്നെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഉടനെ തന്നെ അലീനയും പോകുന്നുണ്ട്. അലീന പറയുക, കണ്ടോ അവരെ കൊണ്ട് നീ പറയിപ്പിച്ചില്ലേ, ഞാൻ എൻ്റെ മക്കളെടുത്ത് വരെ പറഞ്ഞ കാര്യം അത് നീ മാറ്റി പറഞ്ഞത് എൻ്റെ മോളാണെന്ന് സത്യം. പക്ഷേ എന്തായാലും നീ അത് മാറ്റി പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ഒരു വല്ലാത്തൊരു വിഷമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുക, എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ നല്ലൊരു ഇമേജ് ആയിട്ടിരിക്കണം എന്നാണ് എനിക്കൊരാഗ്രഹം. എന്തായാലും തെറ്റ് ചെയ്യാത്ത ഒരാളെടുത്ത് പിന്നെ എന്തിനാ തെറ്റായിട്ട് ഞാനിവിടെ കാണിച്ചിട്ട് പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ അമ്മ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിലും എനിക്ക് നിന്നെപ്പോലൊരു മോളെ കിട്ടിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുക, ഞാൻ എവിടെയായിരുന്നാലും ഞാൻ അച്ഛനെ കാണാൻ വിളിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഈ വീട്ടിലെ ഞാനിനി അമ്മയുള്ളപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുക, എന്തായാലും ഇന്നലെ വരെ എൻ്റെ അടുത്ത് ഒന്നും പറയാത്തവരാ രോഹിത്തും ബബിതയും. വന്ന് എൻ്റെ അടുത്ത് ഈ കാര്യം ചോദിച്ചപ്പോൾ മുതൽ എനിക്ക് എന്തെന്നും അറിയാത്ത ഒരു വിഷമം കൊണ്ട് അത് എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. അത് നിൻ്റെ അടുത്തുള്ള ഒരു വലിയ ഒരു അടുപ്പം കൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ മോള് തന്നെ ആയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്, അത് മാറ്റി പറഞ്ഞില്ലേ എന്ന് വീണ്ടും പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുക, ഇനി ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ഇനി പറയരുത്, ഞാനിനി പോകാൻ തീരുമാനിച്ചതിൽ ഒരു മാറ്റവുമില്ല, ഞാൻ എന്തു വെച്ചാലും മനുവേട്ടനെ വിളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബബിതയും രോഹിത്തും വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. മനുവിനെ ഫോണിൽ ആരാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മനുവേട്ടനാന്ന് പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, എന്തായാലും ചേട്ടനെയും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കല്ലേ ചേച്ചിയെ, ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് മനുവിന് സന്തോഷമാവുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവരാണ് ഇവരൊക്കെ, എന്നാൽ ഇതൊക്കെ മാറ്റി പറയേണ്ട ഒരു അവസ്ഥ അലീന വരുത്തിയില്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അലീനയും ഫോൺ വിളിക്കുന്നുണ്ട് മനുവിനെ. ഇപ്പോൾ അവർ വിളിച്ചു വെച്ചതിൻ്റെ കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് മനു അലീനയുടെ അടുത്ത്. എന്താ പറഞ്ഞേ, അത് ആ വീട്ടിൽ നിന്ന് നീ പോകാൻ പാടില്ലെന്ന അവരെ അഭ്യർത്ഥന, പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് പറയണം എന്നും കൂടെ എൻ്റെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക, ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോഴത്തേക്കും മനു പറയുക, എന്തായാലും നീ പോവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും അലീന പറയുന്നുണ്ട്, ഞാൻ പോയാലല്ലേ അമ്മ ഇവിടെ വരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താമസിക്കാൻ എവിടെയെങ്കിലും സ്ഥലം നോക്കണമെന്ന്, സ്ഥലമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറയാം, പക്ഷേ ഉടനടി എടുത്തു ചാടിയൊന്നും ചെയ്യരുത്, എല്ലാം ആലോചിച്ചിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആലോചിക്കാൻ ഇതിന് ഒരു സമയവുമില്ല, എത്രയും പെട്ടെന്ന് അവരുടെ അമ്മയെ ഇവിടെ വീട്ടിൽ കൊണ്ടുവരണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അവർ അത്രയ്ക്ക് ഭയങ്കര വിഷമം അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പേരിൽ എന്തിനാണ് ഈ കുടുംബം വെറുതെ വിഷമത്തിലാവുന്നത്, എനിക്കത് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മനുവിന് സങ്കടമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിൻ്റെ നല്ല മനസ്സ് കാരണം ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചത്, പക്ഷേ എന്ത് ചെയ്യാനാ, അവസാനം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. പക്ഷേ ആൻറ്റി അറിയുന്ന ദിവസം അതൊന്നുണ്ട്, ആ ദിവസമായിരിക്കും എല്ലാവരും കാതോർത്ത് നോക്കിയിരിക്കുന്നത്. അത് എന്നായിരിക്കുമെന്ന് അത് ഉടനെ ഉണ്ടാവും, ഞാൻ ഇവിടുന്ന് പോകുന്ന നിമിഷം അച്ഛൻ അന്ന് എന്നെ പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും മനു പറയുക, എന്തായാലും എനിക്ക് വളരെ വിഷമത്തിലുള്ള ഒരു കാര്യമാണ് നീ അവിടുന്ന് പോകുന്നത്. ഞാൻ വിചാരിക്കുക നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന്, പക്ഷേ അതിന് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും അനുഗ്രഹത്താൽ ഒക്കെ നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് മനു പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന ഒരു ചിരിയോട് പറയുന്നുണ്ട്, എന്തായാലും അത് അപ്പോഴത്തെ കാര്യമല്ലേ, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഇപ്പോൾ എങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ കൊണ്ടുവരണം അമ്മേ എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തും ബബിതയും വീണ്ടും അലീനയുടെ അടുത്ത് വരുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അച്ഛനെ വിഷമിപ്പിക്കല്ലേ, നിങ്ങൾ എന്നത്തെ പോലെ സന്തോഷമായിട്ട് ഇവിടെ കഴിയണം, എനിക്ക് കാണുകയും ചെയ്യണം, ഞാൻ നിങ്ങളെ എവിടെയായിരുന്നാലും വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലാണെങ്കിൽ വീട്ടിൽ എന്തായാലും എപ്പോഴും ബഹളത്തിലാണ് ആൻറ്റി, എപ്പോഴും വഴക്കുണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞ് കേട്ട മനുവേട്ടൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ വരാൻ വേണ്ടിയാണ്, ഞാനിവിടുന്ന് പോകാൻ വേണ്ടി എല്ലാം നടക്കും എന്നൊക്കെ അലീന പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ വന്ന് പറയുന്നുണ്ട്, എന്തായാലും മോളെ നീ പോകുമ്പോഴത്തേക്കും ഞാൻ ഈ വീട് വിട്ടിറങ്ങും, ഇവിടെ പിന്നെ എൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്.
ഇത് കേട്ടതും അലീന പറയുക, അങ്ങനെ പാടില്ല, ഇവർക്ക് അച്ഛനും അമ്മയും ഈ വീട്ടിൽ തന്നെ നിൽക്കണം. എന്തായാലും ഞാൻ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി പോകുന്ന ഒരാളല്ലേ, ആ രീതിയിൽ ആരും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, എല്ലാം നല്ലതിനു വേണ്ടിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് അലീന പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ശിവന് വിളിക്കുന്നുണ്ട് ബാലചന്ദ്രനെ. എന്തായാലും ഇപ്പോൾ ഇതൊക്കെ പറയണോ? അവളാണെങ്കിൽ ആകപ്പാടെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയത്ത് അവൾ പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്കിപ്പോൾ പറയാൻ പോലും കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അപ്പോൾ പറയുക, നിങ്ങളെ സഹോദരി എന്നെ വഞ്ചിച്ചത് ഒരു കുഴപ്പമില്ലേ? എന്നെ നിങ്ങളെല്ലാവരും കൂടെ പറ്റിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ഇപ്പോഴത്തേക്കും എന്നെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് അഭ്യർത്ഥിക്കുന്നു അവളുടെ പറയില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് ശിവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ ശിവൻ ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനടുത്ത്, പറഞ്ഞത് കേട്ടോ, ഒരു കാര്യം അവളുടെ അടുത്ത് പറയില്ലെന്ന്. പക്ഷേ മോള് പോകുന്ന ആ നിമിഷം ഞാൻ എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് പറയാൻ വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് എന്ന് ബാലചന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണ പറയുക, എന്താ പറയുന്നേ, എന്തെങ്കിലും പറഞ്ഞോ അവർ വിളിച്ചിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അങ്കിള് വിളിച്ചതാ, ശിവനങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും അമ്മേൻ്റെ അടുത്ത് ഇത് പറയില്ലെന്ന്. എങ്ങനെ പറയാതിരിക്കുക, എന്തായാലും പറയണം, അല്ല എങ്കിൽ ഇത് വളരെ തെറ്റിദ്ധാരണയിലോട്ട് പോകും. ചേച്ചി വെറുക്കുന്ന രീതിയിലാണ് ഇപ്പോഴും, അത് മാറ്റണം, അത് മാറണമെങ്കിൽ അറിഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ അമ്മ വിചാരിക്കുന്നത് ഞങ്ങളെയും അച്ഛനെയും വിചാരിച്ചായിരിക്കും. അതൊരു കാരണവും പ്രശ്നവും ഇല്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെ ചേച്ചി എന്ന രീതിയിൽ ഇവിടെ നിർത്തണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം. അതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് തുറന്ന് പറയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, എന്തായാലും മോള് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്നെ അത്രയ്ക്കല്ലേ നല്ലതുപോലെ നോക്കുന്ന നിങ്ങൾ, അതുപോലെ തന്നെ ബബിതയും, നിങ്ങളെല്ലാവരുമായിട്ട് നിൽക്കുന്ന ആ നിമിഷങ്ങളൊന്നും ഞാൻ ഇനി ഒരിക്കലും മറക്കില്ല എന്ന് അലീന പറയുന്നുണ്ട്.